നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 1. മക്കളെ, സുന്ദര പ്രകൃതി എന്നാണ് പാഠം ഈ ഏകകത്തിൻ്റെ പേര്. അത് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. സുന്ദര പ്രകൃതി, സുന്ദരമായ ഈ പ്രകൃതി. സർവചരാചരാണാം ആവാസസ്ഥാനം ഭവതി പ്രകൃതി. സാ പ്രകൃതി അതീവ സുന്ദരി. തസ്യാഹ സൗന്ദര്യം വിഭവ സമൃദ്ധിശ്ച സംരക്ഷണീയം പരിപാലനീയം ച. അസ്മിൻ ഏകകേ ജീവനം മനോഹരം അവധാനേന കർത്തവ്യം വർഷാചരിത്രം. ഇതി ത്രയഃ പാഠാഃ സമായോജിതാഃ വർത്തന്തെ. ഇത് സുന്ദര പ്രകൃതി എന്നാണ് ഏകകത്തിൻ്റെ പേര്. നമുക്ക് നോക്കാം പാഠം. സർവചരാചരാണാം, ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചരങ്ങളും സർവചരാചരാണാം, ചരങ്ങളും അചരങ്ങളുമായ ചില ജീവികൾക്ക് നടക്കാൻ പറ്റും, ചില ജീവികൾക്ക് നടക്കാൻ പറ്റില്ല. അപ്പം നടക്കാൻ പറ്റുന്ന ജീവികളെ നമ്മൾ ചരങ്ങളെന്നും നടക്കാൻ പറ്റാത്ത വൃക്ഷലതാദികളെ നമ്മൾ അചരങ്ങളെന്നും പറയും. അപ്പോൾ ഈ സർവചരാചരാണാം, ഈ ലോകത്തിലുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം തന്നെ ആവാസസ്ഥാനം ഭവതി പ്രകൃതി. എല്ലാവരും ഇവിടെയാണ് ജീവിക്കുന്നത്, ഇവിടെയാണ് അവരുടെ ആവാസസ്ഥാനം, ഈ പ്രകൃതിയിലാണ്. ഓരോരുത്തരും അവനവന് യോജ്യമായ സ്ഥലത്തേക്ക് നീങ്ങി നീങ്ങി താമസിക്കുന്നു. സാ പ്രകൃതി, ആ പ്രകൃതി ഉണ്ടല്ലോ, പ്രകൃതി അതീവ സുന്ദരി, ആ പ്രകൃതി അതീവ സുന്ദരി, അതീവ വളരെയധികം സുന്ദരിയാണ്. തസ്യാഹ സൗന്ദര്യം, അവളുടെ സൗന്ദര്യം, ആ പ്രകൃതിയുടെ സൗന്ദര്യം വിഭവ സമൃദ്ധിശ്ച, ഈ എല്ലാ വസ്തുക്കളും ഈ പ്രകൃതിയിലാണല്ലോ പിന്നെ വളർന്നു വലുതായി ഫലങ്ങളും എല്ലാം ധാന്യങ്ങളും എല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ വിഭവ സമൃദ്ധിച്ച സംരക്ഷണീയം പരിപാലനീയം ച. തസ്യ, ആ പ്രകൃതിയുടെ സൗന്ദര്യം, അതിൻ്റെ വിഭവ സമൃദ്ധി എല്ലാം തന്നെ സമൃദ്ധിശ്ച, സമൃദ്ധി ചാന്ന് 2 വാക്കാക്കി പറയാം. ഈ 2 വാക്കാക്കി വേറെ വേറെ ആക്കണേനാണ് നമ്മൾ പദങ്ങളെ പിരിച്ച് പറയാന്ന് പറയാം. പദം പിരിച്ചെഴുതുക എന്ന് പറയാം. അപ്പം സമൃദ്ധി ച സംരക്ഷണീയം പാലനീയം ച. അവിടെ നോക്ക്, പാലനീയം ച എന്നാണ് അവിടെ നമുക്കൊന്ന് പിരിച്ചു നോക്കിയാലോ. പരിപാലനീയം ച. അസ്മിൻ ഏകകേ ജീവനം മനോഹരം, ഈ ഏകകത്തിൽ ജീവനം മനോഹരം അവധാനേന കർത്തവ്യം വർഷാചിത്രം. ഇതിത്രയഃ പാഠഃ സമായോജിതഃ വർത്തന്തെ എന്ന 3 പാഠങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ കൂടി വായിക്കട്ടെ. സുന്ദര പ്രകൃതി, സർവചരാചരാണാം ആവാസസ്ഥാനം ഭവതി പ്രകൃതി. സാ പ്രകൃതി അതീവ സുന്ദരി. തസ്യാഹ സൗന്ദര്യം വിഭവ സമൃദ്ധിശ്ച സംരക്ഷണീയം പരിപാലനീയം ച. അസ്മിൻ ഏകകേ ജീവനം മനോഹരം അവധാനേന കർത്തവ്യം വർഷാചിത്രം. ഇതി ത്രയഃ പാഠാഃ സമായോജിതാഃ വർത്തന്തെ. നോക്കട്ടെ, ഈ പ്രകൃതി ദൃശ്യം നോക്ക്. ഒരു ചിത്രകാരൻ ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ചിത്രം പലതരത്തിൽ വരച്ച് ഭംഗിയാക്കി തീർക്കുന്നത്. പ്രകൃതി കണ്ടിട്ടാണല്ലോ, അല്ലേ? ചിത്രം കണ്ടിട്ട് പ്രകൃതി ഒരുങ്ങല്ല, പ്രകൃതി കണ്ടിട്ട് ചിത്രം ഒരുക്കുകയാണ്, അല്ലേ? പ്രകൃതി. പ്രഥമഃ പാഠഃ ജീവനം മനോഹരം. 1ാമത്തെ പാഠം ജീവനം മനോഹരം. ജീവനം എന്ന് പറഞ്ഞാൽ ജീവിതം, അത് മനോഹരമാണ്. ഇവിടെ ജീവിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു മനോഹരമായ കാര്യമാണ്. ഇവിടെ എല്ലാ ജീവജാലങ്ങൾക്കും പരസ്പര സ്നേഹത്തോടെ ജീവിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ എല്ലാവരും എല്ലാത്തിനെയും നശിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്തൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാലിച്ച് വളർത്തുകയാണോ നമ്മൾ എല്ലാവരും ചെയ്യുന്നത്.
ഈ ജീവനം മനോഹരം ച, മനോഹരമാണ്, മനോഹരം ച എന്നില്ല, മനോഹരം. പ്രഥമ പാഠ ജീവനം മനോഹരം. ഒന്നാമത്തെ പാഠം അല്ലെങ്കിൽ പാഠം 1 ജീവനം മനോഹരം എന്നാണ് പാഠത്തിൻ്റെ പേര്. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചത് തോന്നുന്നുണ്ട്. ജീവദായിനി പ്രകൃതി അല്ലേ, പഠിച്ചിട്ടില്ലേ? ഇത് 5ാം ക്ലാസ്സിലെ പാഠമാണ് കേട്ടോ. ജീവദായിനി ആനന്ദദായിനി ച ഭവതി. ഈ പ്രകൃതിയിലാണ് എല്ലാം നാമ്പെടുക്കുന്നത്. എല്ലാം ജനിച്ച് വളർന്നു വലുതായി വീണ്ടും അടുത്ത തലമുറ യിലേക്ക് പിന്നെ നമ്മൾ എന്താ പറയുക, ഒരുക്കി വെച്ച് വിത്ത് പാകി, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് ഉണ്ടാക്കി, കിളികളാണെങ്കിലും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി, അങ്ങനെ ഈ പ്രകൃതി ആനന്ദദായിനിയാണ്. തത്ര വൃക്ഷലതാദയഃ പക്ഷിമൃഗാദയഃ ച പരസ്പര സ്നേഹേന ജീവന്തി. തത്ര അവിടെ, എവിടെ, ഈ പ്രകൃതിയിൽ വൃക്ഷലതാദയഃ പക്ഷിമൃഗാദയഃ ച പരസ്പര സ്നേഹേന ജീവന്തി. ഏതദേവ ജീവനം പ്രകൃതേഃ സൗന്ദര്യം ഭവതി. ഏതാദൃശീം പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികാം ഏകാം കവിത തെറ്റിപ്പോയി ഏകാം കവിതാം പഠാമഹ. ഒരു തവണ കൂടി. പ്രഥമ പാഠ ജീവനം മനോഹരം. ഒന്നാമത്തെ പാഠം ജീവിതം മനോഹരമാണ്. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച. ദായിനി എന്ന് പറഞ്ഞാൽ തരുന്നവളാണ്. എന്തിനെ തരുന്നവൾ? ജീവനെ തരുന്നവളും ആനന്ദത്തെ തരുന്നവളുമാണ് ആര്? ഈ പ്രകൃതി. അത്ര അവിടെ വൃക്ഷലതാദയ, വൃക്ഷലതാദികളും വൃക്ഷങ്ങളും ചെടികളും ചെറിയ വള്ളികളും എല്ലാം തന്നെ, അതുപോലെ തന്നെ പക്ഷി മൃഗാദയ, പക്ഷികളും മൃഗങ്ങളും എല്ലാം തന്നെ പരസ്പര സ്നേഹേന ജീവന്തി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇവിടെ വസിക്കുന്നത്. ഏതദേവ, ഏതദേവ അവിടെയുണ്ട് മക്കളെ 2 വാക്ക്. നമുക്കത് രണ്ടും ഒന്ന് വേറെയാക്കി നോക്കാം. ഏതത് ഏവ, ഇത് ഏന്ന് ചേരുമ്പോൾ ദേന്ന് വരൂലേ, അത് തന്നെയാണ് ഇവിടെ ഈ പിരിച്ചെഴുതുമ്പോഴുള്ള അറിവ് നമുക്ക് ഉണ്ടാവുന്നത്. ഏതത് ഏവ, ഇത് തന്നെയാണ് ജീവനം പ്രകൃതേഃ സൗന്ദര്യം ഭവതി. ഈ എല്ലാവരും സ്നേഹത്തോടെയും ഒരുമയോടെയും ജീവിക്കുന്നതാണ് ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നത്. അപ്പം സ്നേഹമാണല്ലോ എല്ലാത്തിനും അടിസ്ഥാനം. അങ്ങനെയൊക്കെ പറയണ്ടല്ലോ, പരസ്പരം സ്നേഹിക്കുക. അത് നല്ല തരത്തിലുള്ള സ്നേഹമാവണം. എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാ പക്ഷിമൃഗാദികളെയും സ്നേഹിക്കുക. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, വെള്ളം ഒരുക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, ആ സ്നേഹത്തെ നമ്മൾ പുറത്തേക്ക് കാണിക്കല്ല, നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ ജീവിക്കുന്നത്. ഏതാദൃശീം പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികാം ഏകാം കവിതാം പഠാമഹ. ഇത്തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു കവിത നമുക്കിവിടെ പഠിക്കാം. നോക്കട്ടെ, നല്ലൊരു കവിതയാവും. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. ഒരു തവണ കൂടി. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. അടുത്തത്. പശ്യതു മാമകമുദ്യാനം വിവിധ സോമാന്യപി വിലസന്തി അശോകചമ്പകമന്ദാരാണ ലസന്തി നൂതന കുസുമാനി
പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി മധുരംഗായതി പികപോത രുചിരം നൃത്യതി കേകിഗണ കാകാഹംസാകീരകപോത നീടാന്യേവം രചയന്തി പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേ ച ശുനകോ മാർജാര സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമഃ. നമുക്ക് ഒരു തവണ കൂടി ഈ കവിത, നല്ലൊരു കവിത വായിക്കാം. അതിൻ്റെ തുടക്കത്തിലുള്ള ആ ഭാഗം കൂടി ഒന്ന് വായിക്കട്ടെ. പ്രഥമഃ പാഠഃ ജീവനം മനോഹരം. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രകൃതിക്ക് കൂടുതൽ മനോഹാരിത ഉണ്ടാവുക. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. പ്രകൃതി ജീവനെ നൽകുന്നു, അതേപോലത്തെ ആനന്ദത്തെയും നൽകുന്നു. ജീവദായിനി ആനന്ദദായിനി ച ഭവതി. ജീവദായിനിയും ആനന്ദദായിനിയുമാണ് പ്രകൃതി. തത്ര അവിടെ വൃക്ഷലതാദയഃ പക്ഷിമൃഗാദയഃ ച പരസ്പര സ്നേഹേന ജീവന്തി. അവിടെ ഈ പ്രകൃതിയിൽ വൃക്ഷലതാദയഃ വൃക്ഷങ്ങളും ലതകളും പക്ഷിമൃഗാദയഃ പക്ഷികളും മൃഗങ്ങളും പരസ്പര സ്നേഹേന ജീവന്തി പരസ്പരം സ്നേഹത്തോടു കൂടെ ജീവിക്കുന്നു. ഏതത് ഏവ ജീവനം പ്രകൃതേഹ സൗന്ദര്യം ഭവതി. ഇതാണ് ഈ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഏതാദൃശീം ഇത്തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മികാം പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതായ ഈ ഏകാം കവിതാം പഠാമഹ. ഒരു കവിത നമുക്കിവിടെ പഠിക്കാം. നോക്കാം. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. ഇവിടെ പശ്യതു മൃദുലേ എന്നാണ് പറയുന്നത്. പശ്യതു നോക്കൂ, കാണൂ, ഒന്ന് നോക്കുമോ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. മൃദുലേ, എന്താണ് മൃദുലേ എന്ന് പറഞ്ഞാൽ? ആ മൃദുല എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ. ആ മൃദുലയെ വിളിക്കുകയാണ്, സംബോധന ചെയ്യാണ് മൃദുലേ. ഉദാഹരണമായിട്ട് സീത, സീതേ, ലത, ലതേ, രമ, രമേ വിളിക്കൂലേ, അതിന് സംബോധന എന്ന് പറയാം. പശ്യതു മൃദുലേ, അല്ലയോ മൃദുലേ, പശ്യതു മമ നിലയം, എൻ്റെ വീടൊന്ന് നോക്കൂ. സുന്ദരമേതം മമ നിലയം. ഏതം, നമുക്ക് അവിടെ സുന്ദരമേതം അവിടെയുണ്ട് രണ്ട് വാക്ക്. ആ രണ്ട് വാക്ക് കൂടി ചേർന്നോർത്ത് നമ്മളൊന്ന് പിരിച്ചു പറയണം. സുന്ദരം ഏതം, സുന്ദരമേതം മമ നിലയം. സുന്ദരം എന്ന് എഴുതുമ്പോൾ മേലെ അനുസ്വരം ഇടാതെ തന്നെ മാ എന്നെഴുതിയിട്ട് ഒരു ചെറിയ തോണ്ടൽ പോലെ ഇട്ടിട്ട് ആ മായുടെ അറ്റത്ത് ഒരു ചെറിയൊരു വെട്ട് പോലെ വര പോലെ ഇട്ടിട്ട് സുന്ദരം എന്ന് ഇതവിടെ നിലയം എന്നെഴുതിയ പോലെ സുന്ദരം ഏതം, സുന്ദരമേതം മമ നിലയം. ഈ സുന്ദരമായ മമ നിലയം പശ്യതു. എന്താണ് ഇവിടെ സൗന്ദര്യത്ര അധികം ഈ നിലയത്തിന്? നോക്കാം. മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. മാതാ അമ്മ,
താതഹ, താതസോദര, രണ്ട് വാക്ക് ചേർന്നതാണേ. അത് പിരിക്കുമ്പോൾ താതഹ സോദര യുഗളം, താതഹ സോദര യുഗളം എന്ന് ഇങ്ങോട്ട് ചേർത്ത് പറയുമ്പോൾ താതസോദര യുഗളം, രണ്ട് സാ അവിടെ വന്നു. പിരിച്ചിങ്ങോട്ട് പറഞ്ഞപ്പോഴോ ഒരു സാ അങ്ങോട്ട് പോയി, പകരം ഒരു വിസർഗമാണ് വരുന്നത്. താതഹ സോദര യുഗളം. പഞ്ചജനായിഹ നിവസന്തി. ഇവിടെ പഞ്ചജനാഹ നിവസന്തി, മാതാ അമ്മ, താതഹ അച്ഛൻ. സോദര യുഗളം എന്ന് പറഞ്ഞാൽ എന്താ? യുഗളം എന്ന് പറഞ്ഞാൽ രണ്ടു പേരാണ്. സോദര യുഗളം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സഹോദരന്മാർ. പിന്നെ പറയുന്ന കുട്ടി പഞ്ചജന ഇഹ നിവസന്തി. അങ്ങനെ ഇപ്പൊ പഞ്ചാവുക? നാലല്ലായിട്ടുള്ളൂ. മാതാവും പിതാവും രണ്ട് സഹോദരന്മാരും. പിന്നെ ഞാനില്ലേ, മൃദുലല്ലേ? അല്ല, മൃദുലല്ല, ഞാനില്ലേ? ആ, അതടക്കമാണ് 5 പേര്. അപ്പോൾ അമ്മയും അച്ഛനും മോളും രണ്ട് ആൺകുട്ടികളും അടങ്ങുന്ന പഞ്ചജനായിഹ നിവസന്തി. പഞ്ചജനാഹ ഇഹ നിവസന്തി. 5 ആളുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. നിവസന്തി. കുറേ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ നിവസതി എന്നേ പറയുള്ളൂ കേട്ടോ. ധാരാളം പഞ്ചുണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ എങ്ങനെ പറഞ്ഞത് നിവസന്തി എന്ന് പറയുന്നത്. പിന്നെയും ഒരു തവണ കൂടി പാടാണ്. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാ താത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. നല്ല പാട്ടല്ലേ, നല്ല കവിത, എനിക്കിഷ്ടമായി. നിങ്ങൾക്കോ? അടുത്തത് പശ്യതു മാമകമുദ്യാനം വിവിധ സുമാന്യപി വിലസന്തി അശോകചമ്പകമന്ദാരാണം ലസന്തി നൂതന കുസുമാനി. പിന്നെയും പറയണം, അത് മാത്രമല്ല, ഞങ്ങൾ 5 പേര് മാത്രമല്ല ഇവിടെ ഉള്ളത്. പിന്നെയോ പശ്യതു മാമകമുദ്യാനം, എൻ്റെ ഉദ്യാനം ഒന്ന് നോക്കൂ. എന്താണ് ഉദ്യാനം എന്ന് പറഞ്ഞാൽ? പൂന്തോട്ടം. അവിടെ നോക്ക്, മാമകമുദ്യാനം, അവിടെയുണ്ട് 2 വാക്ക്. അത് നമുക്കൊന്ന് ഇങ്ങനെ വേറെ വേറെയാക്കി, അതായത് പിരിച്ചു പറയുമ്പോൾ എങ്ങനെ പറയാം? മമകം ഉദ്യാനം. ഊന്ന് ചേരുമ്പോൾ എന്തായി? 3 ഊന്നും കൂടെ ചേരുമ്പം 3 ആയില്ലേ? മാമകമുദ്യാനം വിവിധ സുമാന്യപി വിലസന്തി. സുമാന്യപി, അവിടെ നമുക്കൊന്ന് പിരിച്ചു നോക്കണം. എങ്ങനെയാ പിരിക്കുക? മനസ്സിൽ വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ? ഒരാൾ പറഞ്ഞല്ലോ. അതെ, സുമാനി അഭി. സുമാനി അഭി, അതാണ് സുമാന്യപി. സുമാനി അഭി വിലസന്തി. എന്തെല്ലാം സുമങ്ങളാണ്? അശോക ചമ്പക മന്ദാരാണം ലസന്തി നൂതന കുസുമാനി. അശോകം, ചമ്പകം, മന്ദാരം തുടങ്ങി പല തരത്തിലുള്ള നൂതന കുസുമങ്ങളും ഇവിടെ ശോഭിക്കുന്നുണ്ട്. ഇവിടെ പൂന്തോട്ടത്തിൽ ഒരൊറ്റ ചെടി മാത്രമാകുമ്പോൾ ആ പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാവില്ല. അതിൽ പല തരം ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുക? ഭംഗി ഉണ്ടാവുക. ആ പലതരം ചെടികളിൽ പൂവിടുന്നു, ചിലത് കായ ഉണ്ടാവുന്നു. അപ്പോഴൊക്കെ തന്നെ ആ ഉദ്യാനത്തിന് വളരെയധികം ഭംഗി ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല കേട്ടോ, അവിടെയൊക്കെ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഇവിടെയുള്ള നമ്മളൊപ്പം ജീവിക്കുന്ന സഹജീവികൾ അവിടെ വരും. പൂമ്പാറ്റ വരും, വണ്ട് വരും, തേനീച്ച വരും, തേൻകുരുവി വരും. എന്തിനു വരുന്നതാ? ഈ പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ വേണ്ടി വരികയാണ്. അപ്പോഴോ നമ്മൾ ഒരുക്കിയിട്ടല്ലേ അവർക്ക് ആ ഭക്ഷണം അവിടെ ഉണ്ടാവുന്നത്, അല്ലേ? പശ്യതു മാമകമുദ്യാനം. മാമകം, എൻ്റെ മാമകം ഉദ്യാനം. പശ്യതു, എൻ്റെ ഉദ്യാനം ഒന്ന് നോക്കൂ. വിവിധ സുമാന്യപി വിലസന്തി, പലതരത്തിലുള്ള സുമങ്ങൾ. സുമം എന്ന് പറഞ്ഞാൽ പൂവാണ്, സുമാനി എന്ന് പറഞ്ഞാൽ പൂക്കളാണ്. സുമാനി അഭി, വിവിധ സുമാനി അഭി വിലസന്തി, വിലസിക്കുന്നുണ്ട്. എന്തെല്ലാമാണ്? അശോക ചമ്പക മന്ദാരാണം. അശോകമുണ്ട്, ചമ്പകമുണ്ട്, മന്ദാരമുണ്ട്. നമ്മൾ കുറേ മുന്നേ കുറേ പൂക്കളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്?
ജപാകുസുമം, സൂര്യകാന്തി, പിന്നെ മല്ലിക, പിന്നെ എന്താണ് അങ്ങനെ പാടലം, കമലം, കുമുദം. കുമുദം എന്ന് പഠിച്ചിട്ടില്ല, അത് ടീച്ചർ പറഞ്ഞു പോയതാണ്. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പലാണ്. ആമ്പൽ പൊയ്കകളൊക്കെ കണ്ടിട്ടില്ലേ? പലതരത്തിലുള്ള ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്ന പൊയ്കകൾ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ പശ്യതോ മാമകമുദ്യാനം, എൻ്റെ ഉദ്യാനം ഒന്ന് നോക്കൂ. വിവിധ സോമാന്യപി വിലസന്തി, പലതരത്തിലുള്ള സുമങ്ങൾ അവിടെ വിലസിക്കുന്നുണ്ട്. അശോക ചമ്പക മന്ദാരാണം ലസന്തി നൂതന കുസുമാനി, അശോകം, ചമ്പകം, മന്ദാരം തുടങ്ങി എല്ലാ ചെടികളിലും നൂതന കുസുമങ്ങൾ വിരിഞ്ഞ് ശോഭിക്കുന്നു. പശ്യതു മൃദുലേ മമ നിലയം, സുന്ദരമേതം മമ നിലയം. മാതാതാത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. നല്ല പാട്ടല്ലേ? അടുത്തത് മധുരം ഗായതി പികപോത, രുചിരം നൃത്യതി കേകിഗണ. കാകാഹംസ കീരകപോത നീടാന്യേവം രചയന്തി. മധുരം ഗായതി പികപോത, രുചിരം നൃത്യതി കേകിഗണ. കാകാഹംസ കീരകപോത നീടാന്യേവം രചയന്തി. മധുരം ഗായതി പികപോതഃ. പോതഃ, പോതഃ എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്. പികപോതഃ എന്ന് പറഞ്ഞാൽ കുയിൽക്കുഞ്ഞ്. പികത്തിൻ്റെ, കുയിലിൻ്റെ പോതം, കുട്ടി, കുഞ്ഞു കുയില്. മധുരം ഗായതി പികപോത, മധുരമായി കൂകുന്നു ആര്? ആ കുഞ്ഞു കുയില്. രുചിരം നൃത്യതി കേകിഗണ, രുചിരം, മനോഹരമായിട്ട് നൃത്തം ചെയ്യുകയാണ് ആര്? കേകിഗണങ്ങൾ. കേകി എന്ന് പറഞ്ഞാൽ മയിലാണ്. കേകിഗണങ്ങൾ, മയിലിൻ്റെ, ഒരു മയിലെല്ലാം നൃത്തം ചെയ്യുമ്പോൾ എന്തോ ഒരു ഭംഗിയുണ്ടാവും. അനേകം മയിലുകൾ അടുത്തടുത്ത് വന്നിട്ട് അവ നൃത്തം ചെയ്യുമ്പോഴോ, അവയുടെ പീലിയൊക്കെ വിടർത്തി അങ്ങനെ നിൽക്കുമ്പോഴോ എന്തോ ഒരു ഭംഗിയായിരിക്കും അല്ലേ? മധുരം ഗായതി പികപോത, രുചിരം നൃത്യതി കേകിഗണ. കേകിയുടെ ഗണം, മയിലിൻ്റെ കൂട്ടം. പിന്നെ കാക്കാ ഹംസ കീരകപോത നീടാന്യേവം രചയന്തി. കാകാഹംസ, കാകാഹ ഹംസഃ, കാകാഹ കാക്കകൾ, ഹംസഃ അരയന്നങ്ങൾ, കീരഹ തത്ത, കപോതഃ പ്രാവ്. ഇവയെല്ലാം തന്നെ കാകാഹംസ കീരകപോത നീടാന്യേവം രചയന്തി. ഇത് കൂടുകൂട്ടി താമസിക്കുന്ന ആളുകളും ഉണ്ട്, പക്ഷികളും ഉണ്ട്. കാക്ക, പിന്നെ ഹംസം കൂടുകൂട്ടാറില്ല അല്ലേ? കാക്ക, ഹംസ, കീരകപോത, കീരം, തത്ത. തത്ത വല്ല പൊത്തിലാണ് ഇരിക്കുക അല്ലേ, വസിക്കുക. കപോതം, പ്രാവ്. പ്രാവ് കൂട്ടാറുണ്ടോ? അറിയില്ല, നോക്കണം. പ്രാവിനെ നമുക്ക് കൂട്ടിലാക്കല്ലേ ചെയ്യാറ്. പ്രാവ് കൂട്ടുന്നത് കണ്ടിട്ടില്ല. ഏതെങ്കിലും മരത്തിലോ വൃക്ഷങ്ങളിൽ അല്ലെങ്കിൽ വീടുകളുടെ തട്ടുംപുറത്തോ ഒക്കെ ചിലപ്പോൾ പ്രാവുണ്ടാവും. പിന്നെ ഇപ്പോൾ പ്രാവിനെ വളർത്തുന്ന ആൾക്കാരും ധാരാളം ഉണ്ട് അല്ലേ? കീര തത്ത, കപോത പ്രാവ്. നീടാന്യേവം രചയന്തി. നീടാനി ഏവം രചയന്തി. നീടാനി കൂടുകൾ, രചയന്തി ഉണ്ടാക്കുന്നു. അപ്പോൾ പലതരം പാട്ടുപാടുന്ന പക്ഷികൾ, ഒരാൾ കാക്ക, ഒരാൾ കീ, ഒരാൾ കുക്കു, ഒരാൾ കൊക്കോ, അങ്ങനെ പറഞ്ഞ്. അതേപോലെ തന്നെ മൃഗങ്ങൾ, പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ, ശബ്ദമൊന്നും ഉണ്ടാക്കാത്ത പല ജീവികൾ എല്ലാം നിറഞ്ഞതാണല്ലോ ഈ പ്രകൃതി. മധുരം ഗായതി പികപോത, രുചിരം നൃത്യതി കേകിഗണ.
കാകാഹംസ കീരകപോത നീടാന്യേവം രചയന്തി. നീടാന്യേവം നമുക്കൊന്ന് പിരിച്ചു നോക്കാം. നീടാനി ഏവം. അപ്പം എന്തായി? നീടാന്യേവം. സുമാനി അബി എന്നൊരു വാക്ക് നമ്മൾ നേരത്തെ കണ്ടല്ലോ. സുമാനി അബി എന്ന് പറഞ്ഞല്ലോ. അതേപോലെ നീടാന്യേവം, നീടാനി ഏവം രചയന്തി. ഇവിടെ പല പക്ഷികളും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ നീടാനി രചയന്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷി ഉള്ളെങ്കിൽ, ഒരു തത്ത മാത്രമേ ഉള്ളെങ്കിൽ, ഒരു കപോതം മാത്രമേ ഉള്ളെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി? രചയതി എന്ന് പറഞ്ഞാൽ. ഇവിടെ ധാരാളം പക്ഷികളുള്ളതുകൊണ്ട് അവ നീടങ്ങൾ ഉണ്ടാക്കുന്നു. നീടാനി രചയന്തി. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാതാത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. അടുത്തത് കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേ ച ശുനകോ മാർജാര സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമ. കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേ ച ശുനകോ മാർജാര സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമ. ഇനി വേറെ ചില ജീവജാലങ്ങളുടെ കാര്യങ്ങൾ പറയണം. കുഹരേ നിവസതി ഖലു ശശകോ. ശശകം വല്ല കുഹരത്തിൽ, മാളത്തിൽ വസിക്കുന്നു. കുഹരേ നിവസതി ഖലു ശശകോ. കുഹരത്തിൽ, മാളത്തിൽ താമസിക്കുന്ന ശശകം, മുയൽ. പിന്നെ ഗൃഹേ ച ശുനകോ മാർജാര. നമ്മളുണ്ടാക്കിയ വീട്ടിൽ പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവുക, വളർത്തു ജന്തുക്കൾ എന്തൊക്കെയാണുള്ളത്? ശുനകൻ ഉണ്ടാവും, മാർജാരൻ ഉണ്ടാവും. ശുനകഃ നായ, മാർജാരഃ പൂച്ച. സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമ. അവിടെ നോക്ക്, സന്തതമേവം. രണ്ട് വാക്കുണ്ട് മക്കളെ. സന്തതം, ഏവം, പിന്നെ വയമിഹ, വയം, ഇഹ, സർവേ, സാമോദം, സഖി നിവസാമഹ. കുഹരേ നിവസതി ഖലു ശശകോ. കുഹരത്തിൽ ശശകം വസിക്കുന്നു. ഗൃഹേ ച ശുനകോ മാർജാര. വീട്ടിൽ മാർജാരനും ശുനകനും താമസിക്കുന്നു. സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമ. അങ്ങനെ സന്തതം എപ്പോഴും, ഏവം വയമിഹ നമ്മളെപ്പോലെ തന്നെ, സർവേ എല്ലാവരും, സാമോദം ആനന്ദത്തോടു കൂടി, സഖി നിവസാമഹ നമ്മളെപ്പോലെ, വയമിഹ നമ്മളെപ്പോലെ തന്നെ, നിവസാമഹ ജീവജാലങ്ങളും. അപ്പോൾ ശശകം കുഹരത്തിൽ താമസിക്കുന്നു. വീട്ടിൽ ശുനകനും മാർജാരനുമുണ്ട്. ഇപ്രകാരം നമ്മളെല്ലാവരും ഇവിടെ സുഖമായി വസിക്കുന്നത് പോലെ തന്നെ അവരും ഇവിടെ സുഖമായി വസിക്കുന്നു. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം മാതാതാത സോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പശ്യതു മാമകമുദ്യാനം വിവിധ സുമാന്യ വിവിലസന്തി അശോകചമ്പകമന്ദാരാണ ലസന്തി നൂതന കുസുമാനി മധുരംഗായതി പികപോത രുചിരം നൃത്യതി കേകിഗണ കാകാഹംസ കീരകപോത നീടാന്യേവം രചയന്തി. കുഹരേ നിവസതി ഖലു ശശകോ ഗൃഹേ ച ശുനകോ മാർജാര സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമഹ. സഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. സാമോദം നമ്മളെപ്പോലെ തന്നെ ആനന്ദത്തോട് കൂടിയിട്ട് അവരും ഇവിടെ വസിക്കുന്നു. ഇനി പദച്ഛേദം. നമ്മളിവിടെ ഓരോരോ പദങ്ങളും പിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ പദങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് പറയാണ്. പദച്ഛേദം ഛേദിക്കുക പറഞ്ഞാൽ മുറിക്കുകയാണ്, പിരിക്കുകയാണ്, മുറിക്കുകയാണ്. പദച്ഛേദം. പക്ഷിമൃഗാദയശ്ച. പക്ഷിമൃഗാദയ അധികം
കൂട്ടണം എന്നുള്ള ചിഹ്നത്തിനാണ് ഞാൻ ഇവിടെ അധികം എന്ന് പറയുന്നത് കേട്ടോ. മൃഗാദയ അധികം ച സുന്ദരമേതം സുന്ദരം ഏതം താതസോദരയുഗളം താതഹ സോദരയുഗളം മാമകമുദ്യാനം മാമകം ഉദ്യാനം വിവിധ സുമാന്യപി വിവിധാനി സുമാനി വിവിധ സുമാനി അപി നീടാന്യേവം നീടാനി ഏവം സന്തതം ഏവം സന്തതം ഏവം വയമിഹ വയം ഇഹ. ഇനി വിഗ്രഹം. സോദരയുഗളം എന്താണ്? അവിടെ ഒന്നിലധികം പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരൊറ്റ പദമാണ് സോദരയുഗളം. സോദരയുഗളം സോദരയോഹോ യുഗളം രണ്ട് സഹോദരന്മാർ രണ്ടുപേരുടെ കൂട്ടം, അതായത് സോദരയുഗളം. വിവിധ സുമാനി വിവിധാനി സുമാനി വിവിധങ്ങളായ സുമങ്ങൾ. നൂതന കുസുമാനി നൂതനാനി കുസുമാനി നൂതനങ്ങളായ കുസുമങ്ങൾ. പികപോതഹ പികസ്യ പോതഹ പികപോതഹ പികത്തിൻ്റെ പോതം കുയിലിൻ്റെ കുഞ്ഞ്. സാമോദം ആമോദേന സഹ സാമോദം. പഠന പ്രവർത്തനങ്ങൾ. ഗൃഹപരിസര നിരീക്ഷ പുഷ്പാണം ജീവജാലാനം ച നാമാനി വദതു. ഗൃഹത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ പുഷ്പങ്ങളുടെയും ജീവജാലങ്ങളുടെയും പേരുകൾ ശേഖരിക്കുക. അടുത്തത് കവിത വ്യക്തിശഃ സംഘശഃ ച ആലപതു. ഒറ്റയ്ക്കും സംഘമായിട്ടും പാടണം. സൂചനകളുണ്ട്. അക്ഷരസ്ഫുടത വേണം, പദജ്ഞാനം വേണം, ആശയ അവബോധം വേണം, ഉചിത ഭാവം വേണം, ഉചിത താളം വേണം. അപ്പോൾ വളരെ നന്നാക്കിയിട്ട് ഈ കവിത ചൊല്ലണം. അക്ഷരസ്ഫുടത വ്യക്തമായ അക്ഷരങ്ങൾ, പദജ്ഞാനം ഓരോരോ പദത്തിൻ്റെയും അർത്ഥം, ആശയ അവബോധം ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ആശയത്തിനനുസരിച്ച് ഈ കവിത ചൊല്ലുക. ഉചിതമായ ഭാവം വേണം, ഉചിതമായ താളം വേണം. ഭാവനാനുസാരം ചിത്രസ്യ വർണ്ണലേപനം കരോതു. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇവിടെയുള്ള ഈ ചിത്രത്തിന് നല്ല വർണ്ണങ്ങൾ കൊടുത്ത് ഒരു നല്ല ഗംഭീരമായ ഒരു വീട് ഇവിടെ കളറ് ചെയ്ത് അല്ലെങ്കിൽ വർണ്ണലേപനം ചെയ്ത് വെക്കുക. ചിത്രാണി നിരീക്ഷ്യ നാമാനി വദതു യോജയതു. ചിത്രങ്ങൾ നോക്കിയിട്ട് നാമങ്ങൾ പറയുക, യോജിപ്പിക്കുക. ഇവിടെ എന്താണ്, ഏതെല്ലാം വാക്കുണ്ട്? ആമ്രഹ എവിടേക്ക് യോജിപ്പിക്കണം? മനസ്സിലായി അല്ലേ? മാവിൻ്റെ അടുത്തേക്ക്. മാതാ, ഇവിടെ മാതാവുണ്ട്, മാതാ അങ്ങോട്ട് യോജിപ്പിക്കണം. പനസഹ ചക്ക ഇങ്ങോട്ട് യോജിപ്പിക്കണം. നിലയഹ വീട് അങ്ങോട്ട് യോജിപ്പിക്കണം. അപ്പോൾ അതും കഴിഞ്ഞു. ചിത്രാണി നിരീക്ഷ്യ ആശയം വദതു. ചിത്രം നോക്കിയിട്ട് ആശയം പറയൂ. ഇതാ കേകി നൃത്യതി. കേകി മയില്. നൃത്യതി നൃത്തം ചെയ്യുന്നു. എന്തൊരു ഭംഗിയാണല്ലേ. പിന്നെ പികഹ ഗായതി. പികം കുയിൽ പാടുന്നു. പിന്നെയോ ഗൃഹേ മാർജാരഹ നിവസതി. വീട്ടിൽ മാർജാരൻ നിവസിക്കുന്നു, പൂച്ച നിവസിക്കുന്നു. കാക്കഹ നീടം രചയതി. കാക്ക കൂട് ഉണ്ടാക്കുന്നു. സൂചന അനുസാരം ലിഖതോ. സൂചനയ്ക്കനുസരിച്ച് എഴുതുക. അവിടെ ആദ്യം ഒരു പക്ഷി, പിന്നെ രണ്ട് പക്ഷി, രണ്ടിലധികം പക്ഷികൾ. ഇപ്പോൾ സംസ്കൃതത്തിൽ ആ ഒരു എല്ലാ പദങ്ങളും 3 തരത്തിൽ പറയാൻ പറ്റും. ഒന്ന് പറയുമ്പോൾ ഒരു പക്ഷിയെ ഒരെണ്ണം ഉള്ളപ്പോൾ എങ്ങനെ പറയും, രണ്ടെണ്ണം ഉള്ളപ്പോൾ എങ്ങനെ പറയും, 3 ഉള്ളപ്പോൾ എങ്ങനെ പറയും, അല്ലെങ്കിൽ 3-ലധികം ഉള്ളപ്പോൾ എങ്ങനെ. ഒരെണ്ണത്തെ പറ്റി പറയുന്നതാണ് ഏകവചനം. ഒന്ന് ഏകം പഠിച്ചില്ലേ? പിന്നെ 2 പറ്റി പറയുന്നതാണ് ദ്വി. ഏകം ദ്വേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദ്വി കേട്ടില്ലേ? പിന്നെ 2-ലധികം, 3 4 5 10 100 1000 ബഹുവചനം. 1000ൻ്റെ അപ്പുറത്തേക്കുള്ള സംഖ്യകൾ എത്രയായാലും അതും ബഹുവചനം. ഇവിടെ ഒരു കുയിലാണ്. യഥാ ഇപ്രകാരം. പികഹ ഒരു പികായപ്പോൾ നമ്മൾ പികഹ, 2 പികായപ്പോൾ പികൗ, 2-ലധികം പികായപ്പോൾ എന്തായി? എന്താ പികായപ്പോൾ എന്ന് പറഞ്ഞാൽ പികങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് എന്നാണ് അർത്ഥട്ടോ. ഞാൻ പെട്ടെന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഒരു പികം പികഹ, 2 പികം പികൗ, 2-ലധികം പികം, 4 3 എത്രയായാലും, 2-ലധികം എത്രയായാലും പികാഹ. അപ്പോൾ നോക്ക്, പറഞ്ഞു നോക്ക്. പികഹ പികൗ പികാഹ. ഇനി പ്രാവാണ്. പ്രാവിന് പറയും കപോതഹ.
രണ്ട് പ്രാവിനെ എങ്ങനെ പറയും? നമ്മൾ പികഹ പികൗ എന്ന് പറഞ്ഞ പോലെ കപോതഹ കപോതോ, കാകഹ കാകൗ, ശുഗഹ ശുഗൗ, നരഹ നരോ, കൃഷ്ണഹ കൃഷ്ണോ, രാമഹ രാമോ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. അത് ദ്വിവചനമാണ്. കപോതൗ. പിന്നെ രണ്ടിലധികം മൂന്നായാലും നാലായാലും എത്രയായാലും അതിൻ്റെ കൂടുതൽ എത്രയായാലും നമുക്ക് എങ്ങനെ പറയാം? ബഹുവചനത്തിൽ പറയണം. കപോതഹ കപോതൗ കപോതാഹ. പിന്നെ നമുക്ക് ഹംസഹ ഹംസൗ ഹംസാഹ, അജഹ അജൗ അജാഹ, ഭേഗഹ ഭേഗൗ ഭേഗാഹ. നല്ലൊരു വർക്കാണ്. ഇനി അധിഗതാംശാഹ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. പുഷ്പാണാം ജീവജാലാനാം ച നാമാനി പഠിച്ചു. കവിതാം സതാളം ആലപതും അത് ചെയ്യണം. ചിത്രം വർണ്ണലേപനേന സുന്ദരമാകരോ. ചിത്രവർണ്ണലേപനം ചെയ്ത് സുന്ദരമാക്കണം. ചിത്രാണി നിരീക്ഷ്യ നാമാനി അവതത്. ചിത്രം നോക്കി അവയുടെ പേര് പറയണം. ചിത്രാണി നിരീക്ഷ്യ ആശയം അവതത്. ചിത്രങ്ങൾ നോക്കിയിട്ട് ആശയം പറഞ്ഞു. പുല്ലിംഗ ശബ്ദാൻ അവതത് അലിഖത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കാകഹ പികഹ നരഹ ശുഗഹ ശുനഗഹ, അങ്ങനെ അഹ അഹ എന്നുള്ളൊരു ഉച്ചാരണങ്ങൾ കേട്ടില്ലേ? കാകഹ അഹ, സോമഹ അഹ. ഇതെല്ലാം തന്നെ പുല്ലിംഗ ശബ്ദങ്ങളാണ്. പുല്ലിംഗ ശബ്ദാൻ അവതത് അലിഖത്, പറയുന്നു എഴുതുന്നു. ഇനി എന്താണെന്നറിയോ? നമ്മൾ ഭവതി എന്ന ക്രിയ, അത് ഭൂ എന്നാണ് ധാതു. ഭൂ എന്നൊരു ധാതുവിൽ നിന്നാണ് ഭവതി എന്ന ക്രിയ ഉണ്ടാവുന്നത്. ഭൂധാതു പരസ്മൈപതി ലട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ലട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലമാണ്. പരസ്മൈപതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. തീ എന്നതിൽ അവസാനിക്കുന്ന ക്രിയകളൊക്കെ പരസ്മൈപദ ക്രിയകളാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ നമ്മൾ നേരത്തെ പുല്ലിംഗ പദങ്ങൾക്ക് ദ്വിവചനം ബഹുവചനം ഒക്കെ പറഞ്ഞില്ലേ? അതേപോലെ ക്രിയകൾക്കും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. ഭവതി ഭവതഃ ഭവന്തി, അവിടെ പ്രഥമ പുരുഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഭവസി ഭവതഃ ഭവധ, അവിടെ മധ്യമ പുരുഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഭവാമി ഭവാവഹ ഭവാമഹ, അവിടെ ഉത്തമ പുരുഷൻ എഴുതിയിട്ടുണ്ട്. അതായത് കർത്താവിനനുസരിച്ച് ക്രിയയ്ക്ക് മാറ്റം വരുത്തിയിട്ടുള്ള രൂപമാണത്. ഈ മധ്യമ പുരുഷനിൽ ഉള്ള 3 വാക്കുകളുണ്ട്. ത്വം യുവാം യൂയം. അപ്പോൾ ത്വം എന്ന് കർത്താവാം ത്വം ഭവസി, അതിൻ്റെ ദ്വിവചനം യുവാം യുവാം ഭവതഃ, അതിൻ്റെ ബഹുവചനം യൂയം യൂയം ഭവധ. പിന്നെ ഉത്തമ പുരുഷനാണെങ്കിൽ അവിടെ ഉത്തമ പുരുഷനിൽ 3 വാക്കുകളുണ്ട്. അഹം ആവാം വയം, ഞാൻ ഞങ്ങൾ രണ്ടുപേർ ഞങ്ങൾ. അഹം ഭവാമി ആവാം ഭവാവഹ വയം ഭവാമഹ. ഇപ്പം നമ്മൾ 6 വാക്കുകൾ പറഞ്ഞ് ത്വം യുവാം യൂയം അഹം ആവാം വയം. ഈ 6 വാക്ക് പെടാതെ ഉൾപ്പെടാത്ത വേറെ ഏതെല്ലാം വാക്കുകൾ ഇവിടെ ഉണ്ടോ അതെല്ലാം തന്നെ പ്രഥമ പുരുഷനാണ്. നല്ല ജീവജാലങ്ങളുടെ എല്ലാം പേരുകൾ, നമ്മൾ പറയുന്ന എല്ലാ പേരുകളും, നമുക്കൊക്കെ പേരുകളുണ്ടല്ലോ, അവയൊക്കെ തന്നെ പ്രഥമ പുരുഷനിൽ വരും. അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ മതി? നേരത്തെ കാകഹ കാകൗ കാകാഹ എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ പറയാം. ഇത് ഇനി അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. ഈ ബാലശബ്ദം നമ്മൾ കാണാതെ പഠിക്കണം. ടീച്ചർ ഒന്ന് വായിച്ചു തരാം. നമ്മളിപ്പോൾ മലയാളം നമ്മുടെ മാതൃഭാഷയായതുകൊണ്ട് ഏത് തരത്തിലും നമുക്ക് പറയാൻ പറ്റും. കൃഷ്ണൻ എൻ്റെ മകനാണ്, കൃഷ്ണനെ എന്താ പറയുക, കൃഷ്ണനെ എനിക്കിഷ്ടമാണ് പറയില്ലേ? പിന്നെ കൃഷ്ണനോട് ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. പിന്നെ കൃഷ്ണന് വേണ്ടി, അങ്ങനെയൊക്കെ പല വാക്കുകളും പ്രത്യയങ്ങൾ ചേർത്ത് നമുക്ക് പറയേണ്ടി വരും. ആ പ്രത്യയങ്ങൾ ചേർത്തിട്ടുള്ള രൂപമാണ്. ഒരു പദത്തിന് 21 തരത്തിലുള്ള രൂപമുണ്ട്. ആ രൂപമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വായിച്ചാണ്ട് പഠിക്കുമ്പോൾ അത് ഇപ്പം തന്നെയൊന്നും കാണാതെയൊന്നും പഠിക്കേണ്ട. ആക്കത്തിൽ നിത്യം ഒന്ന് മറച്ചു നോക്കിയാൽ മതി. അപ്പോൾ അത് പഠിച്ചോളും. ഞാനൊന്ന് വായിക്കട്ടെ. അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. ബാല എന്ന് പറയുമ്പോൾ ആ എന്നതിലാണ് അവസാനിച്ചത്. ബാലശബ്ദം അകാരാന്തമാണ്, അത് പുല്ലിംഗവുമാണ്. 3 വചനങ്ങളുണ്ട്: ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇവിടെ ഈ ഭാഗം നമ്മളൊന്ന് വായിക്കാം. ഇത് അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. അകാരാന്തം എന്ന് പറഞ്ഞാൽ ആ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നതാണ് അകാരാന്ത പദങ്ങൾ. പുല്ലിംഗം
അഹ എന്നതിൽ അവസാനിക്കുന്ന പദങ്ങൾ പുല്ലിംഗ. ബാലശബ്ദം പുല്ലിംഗമാണ്. അതിൻ്റെ 7 വിഭക്തിയിൽ എങ്ങനെ പറയും? 7 വിഭക്തിയിൽ ഓരോരോ വാക്ക് മാത്രമല്ല, അതിന് 3 വചനങ്ങളും ഉണ്ട്. അപ്പോൾ 24 തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു പദത്തിന് ഇവിടെ വരുന്നുണ്ട്. അത് വെറുതെ ഒന്ന് വായിക്കാം. ഇതുപോലെ നമ്മൾ മറ്റു പദങ്ങളൊന്ന് ചേർത്ത് പറഞ്ഞു നോക്കുക. അകാരാന്തഃ പുല്ലിംഗഃ ബാലശബ്ദഃ. ഏകവചനം 3 വചനങ്ങൾ. ഏകവചനം ഒന്നിനെ പറ്റി പറയുന്നത്, ദ്വിവചനം രണ്ടെണ്ണത്തെ പറ്റി പറയുന്നത്, ബഹുവചനം രണ്ടിലധികം എണ്ണത്തെ പറ്റി പറയുന്നത്. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ 7 വിഭക്തിയുടെ പേരാണ്. പ്രഥമ വിഭക്തി സംബോധന പ്രഥമ എന്നേ പറയുന്നുള്ളേ. ദ്വിതീയ വിഭക്തി, തൃതീയ വിഭക്തി, ചതുർത്ഥി വിഭക്തി, പഞ്ചമി വിഭക്തി, ഷഷ്ടി വിഭക്തി, സപ്തമി വിഭക്തി. ഇനി ആ ഒരു ബാല എന്ന വാക്ക് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് അതിൽ വരുന്നത്, അതേപോലെ നമ്മൾ അഹ എന്നതിൽ അവസാനിക്കുന്ന എല്ലാ വാക്കിൻ്റെയും 7 വിഭക്തിയും പറയാൻ ഇതുപോലെ പറഞ്ഞു പഠിക്കുക. ബാലഹ, ബാലോ, ബാലാഹ പ്രഥമ വിഭക്തി. സംബോധന പ്രഥമ, ഹേ ബാല, ഹേ ബാലോ, ഹേ ബാലാഹ. ദ്വിതീയ വിഭക്തി ബാലം, ബാലോ, ബാലാൻ. തൃതീയ വിഭക്തി ബാലേന, ബാലാഭ്യം, ബാലൈഹി. ചതുർത്ഥി വിഭക്തി ബാലായ, ബാലാഭ്യം, ബാലേഭ്യഃ. പഞ്ചമി വിഭക്തി ബാലാത്, ബാലാഭ്യം, ബാലേഭ്യഃ. ഷഷ്ടി വിഭക്തി ബാലസ്യ, ബാലയോഹ, ബാലാനാം. സപ്തമി വിഭക്തി ബാലേ, ബാലയോഹ, ബാലേഷു. ഇതേപോലെ നമ്മൾ അകാരാന്ത പുല്ലിംഗം രാമശബ്ദം ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കുക. അകാരാന്തഃ പുല്ലിംഗ രാമശബ്ദ. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന 3 വചനങ്ങൾ. പ്രഥമ വിഭക്തിയിൽ രാമഃ, രാമൗ, രാമാഹ. സംബോധന പ്രഥമ, ഹേ രാമ, ഹേ രാമൗ, ഹേ രാമാഹ. ദ്വിതീയ വിഭക്തി രാമം, രാമൗ, രാമാൻ. തൃതീയ വിഭക്തി രാമേണ, രാമാഭ്യാം, രാമൈഹി. ചതുർത്ഥി വിഭക്തി രാമായ, രാമാഭ്യാം, രാമേഭ്യഃ. പഞ്ചമി വിഭക്തി രാമാത്, രാമാഭ്യാം, രാമേഭ്യഃ. ഷഷ്ടി വിഭക്തി രാമസ്യ, രാമയോഹ, രാമാനാം. രാമാണാം. സപ്തമി വിഭക്തി രാമേ, രാമയോഹ, രാമേഷു. ഇവിടെ അമരകോശം എഴുതിയത് അമരസിംഹൻ. അമരസിംഹൻ ഈ അമരകോശത്തിൽ പദങ്ങളുടെ സമാനമായ പദങ്ങൾ ഒരു കവിത പോലെ, ഒരു പദ്യം പോലെ കണ്ട് എഴുതിയിട്ടുണ്ട്. ഒരു സൂര്യൻ്റെ പര്യായം നോക്കുകയാണെങ്കിൽ സൂര്യാര്യമാദിത്യദ്വാദശാത്മാ ദിവാകര പ്രഭാകര അഹസ്കര ദിനകര ദിനേശ, ഇനിയും ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിലയം എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ്, സമാനാർത്ഥകമായ പദങ്ങളാണ് ഇവിടെ പറയുന്നത്. ഗൃഹം ഗേഹോദവസിതം വേശ്മസദ്മ നികേതനം. അത് വേറെ വേറെയാക്കി പറയാണ്. ഗൃഹം ഗേഹം ഉദവസിതം വേശ്മസദ്മ നികേതനം. പിന്നെ മാത എന്ന വാക്കിൻ്റെ പര്യായ സമാനാർത്ഥകമായ പദങ്ങൾ. ജനയിത്രി, പ്രസൂർ, മാതാ, ജനനി. 4 വാക്കുണ്ട് അവിടെ. അത് നമ്മൾ പിരിച്ച് പറയുമ്പോൾ ജനയിത്രി, പ്രസൂഹു, മാതാ, ജനനി. ജനയിത്രി അമ്മ, പ്രസൂഹു എന്ന് പറഞ്ഞാൽ പ്രസവിച്ചവൾ. നമ്മളെ പ്രസവിച്ച ആളെയാണ് നമ്മൾ അമ്മ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രസവിച്ചവൾ അമ്മ. പിന്നെ മാത, നമ്മളെ പ്രസവിച്ച ആളെ നമ്മൾ അമ്മ എന്ന് പറയും. ഇതേപോലെ ഈ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം തന്നെ മറ്റുള്ളവരുടെ അമ്മമാരോടും വേണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ജനയിത്രി, പ്രസൂഹു, മാത, ജനനി. ഇനി ശബ്ദകോശമാണ്, അർത്ഥമാണ് പറയുന്നത്. അഭി, ച, അശോകം, വഞ്ചുല പുഷ്പം, അശോകപുഷ്പം. ഇഹ, അത്ര, ഇവിടെ. ഉദ്യാനം, പുഷ്പവാടി, പൂന്തോട്ടം. ഏതം, ഇമം, ഇതിനെ. ഏവം, ഇത്തം, ഇപ്രകാരം. കപോതഃ, പാരാവതഃ, പ്രാവ്. കാകഃ, വായസഃ, കാക്ക. കീരഃ, ശുകഃ, തത്ത. കുമുദം, കൈരവം, ആമ്പൽ. കുഹരേ, ബിലെ, മാളത്തിൽ. ഖലു, കില, അല്ലേ. ഗായതി, പാടുന്നു. ഗൃഹേ, ഭവനെ, വീട്ടിൽ. ചമ്പകഃ, ചമ്പകവൃക്ഷഃ, ചമ്പകമരം. ജനാഃ, ലോകാഃ, ജനങ്ങൾ. താതഃ, പിതാ, അച്ഛൻ. നിലയഃ, ഗേഹം, വീട്. നിവസതി, വസതി, താമസിക്കുന്നു. നിവസാമഹ, വസാമഹ, നമ്മൾ താമസിക്കുന്നു. നീടം, കുലായഃ, കൂട്. നൃത്യതി, നൃത്തം കരോതി, നൃത്തം ചെയ്യുന്നു. പഞ്ച, 5. പശ്യതു, വിലോകയതു, നോക്കൂ. പിക, പോതഃ, കോകില ശിശു, കുയിലിൻ്റെ കുഞ്ഞ്. മധുരം, ശ്രുതി മധുരം, മധുരമായി, കേൾക്കാൻ ഇമ്പമുള്ള തരത്തിൽ. മന്ദാരം, മന്ദാരപുഷ്പം, മന്ദാരം. മമ, മാമകം, എൻ്റെ. മാതാ, അമ്പ. മാമകം, മദീയം, എൻ്റേത്. മാർജാരഹ, ബിഡാരഹ, പൂച്ച. രജയന്തി, നിർമാന്തി, ബഹുവചനാണ്.
രചയന്തി നിർമ്മാന്തി ഉണ്ടാക്കുന്നു. രുചിരം മനോഹരം മനോഹരം. വയം വയം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. വിലസന്തി ശോഭന്തെ ശോഭിക്കുന്നു. വിവിധ സുമാനി വിവിധ പുഷ്പാണി പലതരം പൂക്കൾ. ശശകഹ ശശഹ മുയൽ. ശുനകഹ കുക്കുരഹ നായ. സഖി മിത്ര സുഹൃത്തെ. അവിടെ സഖി എന്നുള്ള സംബോധനയാണ്, വിളിക്കുകയാണ്. സന്തതം നിരന്തരം എപ്പോഴും. സർവേ അഖിലാഹ എല്ലാവരും. ഹംസഹ ചക്രാംഗഹ അരയനം. ബിന്ദുൻ യോജയിത്വ ചിത്രസ്യ വർണ്ണലേപനം കരോതു. ചിത്രം വർണ്ണം ചെയ്യുക, വളരെ നല്ലൊരു ചിത്രമാക്കുക. അതോടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിലും നമുക്ക് ആദ്യം മുതലുള്ള പാഠഭാഗം ഒന്നുകൂടി വായിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ടീച്ചർ പെട്ടെന്ന് ആ കവിത ഒന്ന് ചൊല്ലാം. ബാക്കി ഉള്ള കാര്യങ്ങൾ വേണോ വേണ്ടെന്ന് സമയത്തിനനുസരിച്ച് നമുക്ക് നോക്കാം. ശരി, നോക്കട്ടെ. ജീവനം പ്രഥമഃ പാഠഃ ജീവനം മനോഹരം. പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ച ഭവതി. തത്ര വൃക്ഷലതാദയഃ പക്ഷിമൃഗാദയഃ ച പരസ്പരസ്നേഹേന ജീവന്തി. ഏതദേവ ജീവനം പ്രകൃതേഃ സൗന്ദര്യം ഭവതി. ഏതാദൃശി പ്രകൃതിസൗന്ദര്യവർണ്ണനാത്മികാം ഏകാം കവിതാം പഠാമഃ. പശ്യതോ മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം. മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. വീണ്ടും പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം. മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പിന്നെ പശ്യതു മാമകമുദ്യാനം വിവിധ സുമാന്യ വിവിലസന്തി. അശോക ചമ്പക മന്ദാരാണം ലസന്തി നൂതന കുസുമാനി. വീണ്ടും പശ്യതു മൃദുലേ എന്ന് പാടണം. പിന്നെ മധുരംഗായതി പികപോത രുചിരം നൃത്യതി കേകിഗണ. കാകാഹംസ കീരകപോത നീടാന്യേവം രചയന്തി. വീണ്ടും പശ്യതു മൃദുലേ. കുഹരേ നിവസതി ഖലു ശശകോ ഗുഹേ ച ശുനകോ മാർജാര. സന്തതമേവം വയമിഹ സർവേ സാമോദം സഖി നിവസാമ. പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേതം മമ നിലയം. മാതാതാതസോദരയുഗളം പഞ്ചജനായിഹ നിവസന്തി. പിന്നെ പദച്ഛേദം വായിച്ചതാണ്. പിന്നെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ പദങ്ങളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അതൊക്കെ വേറെ ആക്കിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള പദങ്ങളൊക്കെ ഇന്ന പദങ്ങളാണെന്ന് പറയണം വിഗ്രഹിക്കുമ്പോൾ. ഗൃഹപരിസരം നോക്കിയിട്ട് ജീവജാലങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും പൂക്കളുടെയും ഒക്കെ പേരെഴുതുക. കവിത നന്നായിട്ട് വായിക്കുക. ഇവിടെ കളർ ചെയ്യുക. പിന്നെ ഇതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ എഴുതുക, തെറ്റാതെ എഴുതുക. പറയണോ? അമ്രഹ മാവ്, മാതാ അമ്മ താഴെയുണ്ട്. പനസഹ ചക്ക ഇവിടെ ഉണ്ട്. നിലയഹ വീട്. മയൂർ കേകി നൃത്യതി മയിൽ നൃത്തം ചെയ്യുന്നു. പികഹ ഗായതി കുയിൽ പാടുന്നു. ഗൃഹേ മാർജാരഹ നിവസതി വീട്ടിൽ മാർജാരൻ നിവസിക്കുന്നു. കാക്കഹ നീടൻ രചയതി കാക്ക കൂട് ഉണ്ടാക്കുന്നു. പിന്നെ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഉദാഹരണം പികഹ എന്ന് പറഞ്ഞാൽ ഒരു കുയിൽ, പികോ എന്ന് പറഞ്ഞാൽ രണ്ട് കുയിൽ, പികാഹ കുയിലുകൾ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ പികഹ പികൗ പികാഹ, കപോതഹ കപോതൗ കപോതാഹ, ഹംസഹ ഹംസൗ ഹംസാഹ, അജഹ അജൗ അജാഹ, ഭേഗഹ ഭേഗൗ ഭേഗാഹ. പിന്നെ ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ മനസ്സിലാവും. പിന്നെ ശബ്ദകോശമുണ്ട്. പിന്നെ ചിത്രം വർണ്ണലേപനം ചെയ്യുക. വളരെ നല്ലൊരു പാഠമാണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കാണുക, പഠിക്കുക, നല്ല കുട്ടികളാവുക. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.